ക്യാൻവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ക്യാൻവയിൽ മലയാളത്തിലുള്ള വ്യത്യസ്ത ഫോണ്ടുകൾ എങ്ങനെ നമ്മൾ ഡിസൈനിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത്. അതിനായിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവയിലെ ഏറ്റവും മുകളിലുള്ള സെർച്ച് യുവർ കണ്ടൻറ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അവിടെ ഞാൻ ഓൺലൈൻ അല്ലെങ്കിൽ അഡ്മിഷൻ എന്ന് സെർച്ച് ചെയ്തിട്ടോ. ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ്റെ ഒരുപാട് പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോസ്റ്റർ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ സ്കൂളിലെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇനി ഫോട്ടോ മാറ്റിയിട്ട് വേറെ ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തു. ശേഷം ഡിലീറ്റ് പോയിട്ട് ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു ഫോട്ടോ നമുക്ക് ഗാലറിയിൽ നിന്ന് അതല്ലെങ്കിൽ ക്യാൻവയിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഗാലറിയിൽ ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻവയിൽ തന്നെ സെർച്ച് എലമെൻറ്റ് ആൻഡ് ഫോട്ടോസ് എന്ന് പോയിട്ട് ക്യാൻവയിലുള്ളൊരു ഫോട്ടോ തന്നെ അവിടെ സെറ്റ് ചെയ്യുന്നു. ക്ലാസ് റൂം സെർച്ച് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾ ഗാലറിയിൽ നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അങ്ങനെ നിങ്ങൾ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തപ്പോൾ മുമ്പുണ്ടായിരുന്ന ഈ ഒരു ഫോട്ടോ ആയിരുന്നു. ഇപ്പോൾ സെറ്റ് ചെയ്തത് ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ശേഷം ഞാനിവിടെ അഡ്മിഷൻ ഓപ്പൺ 2024 അഡ്മിഷൻ ആരംഭിച്ചു. ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ളത് നോർമലായിട്ടുള്ളൊരു മലയാളം ടെക്സ്റ്റാണ്. ഇനി അത് വ്യത്യസ്ത മലയാളം ഫോണ്ടിലേക്ക് മാറ്റാനായിട്ട് ആ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം എഡിറ്റ് എന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഫോണ്ട് എന്ന് കാണാം. ആ ഫോണ്ട് എന്നുള്ളതിൽ പോയിട്ട് തൊട്ട് മേലേക്കായിട്ടുള്ള ആരോ കാണാം. അവിടെ ആ മേലേക്കായിട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ഈ ഒരു പ്രോ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മലയാളം ഫോണ്ടുകൾ കാണാൻ പറ്റും. ഈ മലയാളത്തിലുള്ള പേരുകളുള്ള ഫോണ്ടുകളെല്ലാം മലയാളം ഫോണ്ടുകളാണ്. ഇത് കന്നഡ ഫോണ്ടാണ് കേട്ടോ. ഇതൊക്കെ കന്നഡ ഫോണ്ടാണ്. നമുക്ക് കുറച്ച് താഴത്തേക്ക് വന്നാൽ മലയാളം ഫോണ്ട് കാണാൻ പറ്റും. ഇത് മലയാളം ഫോണ്ടാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു എഴുത്തിൻ്റെ സ്റ്റൈൽ മാറിയത് കാണാം നിങ്ങൾക്ക്. വേറെ ഫോണ്ട് സെലക്ട് ചെയ്തപ്പോൾ മാറി. പല രീതിയിലുള്ള ഫോണ്ടുകളുണ്ട് കേട്ടോ അതിൽ. ഈ ഒരു ഫോണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്യാൻവയിൽ നിന്ന് പ്രോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. നമ്മുടെ ഈ ഒരു ടീമിലാണ് കേട്ടോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് ബോൾഡായിട്ടുള്ള ഇങ്ങനെയുള്ള ഫോണ്ട് ഉണ്ട്. ഇത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇവിടെ ഫോണ്ട് സൈസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഇത്ര വേണ്ടെന്നൊക്കെ. ഇവിടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫോർമാറ്റ് എന്ന് കാണാം. ഫോർമാറ്റിൽ പോയാൽ അവിടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാം. ഏതൊരു അലൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ കൂടുതൽ വിവരങ്ങൾ ടൈപ്പ് ചെയ്തു. ഇതിപ്പോൾ നോർമലായിട്ടുള്ളൊരു ഫോണ്ടാണ് മലയാളത്തിലുള്ള. ഇനി ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോണ്ട് എന്നുള്ളതിൽ പോയാൽ
ഇവിടെ തൊട്ട് മേലേക്ക് ഒരു ആരോ കാണാം, ആരോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേറെ ഫോണ്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഫോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മാറ്റം വരുന്നത് കാണാം. ഉണ്ടോ നിങ്ങൾ? ഇതൊക്കെ മലയാളം. ഈ MLU എന്നുള്ളതൊക്കെ മലയാളം ഫോണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ MLU അല്ലാത്തതുണ്ട് കേട്ടോ. MLU എന്നുള്ളത് മലയാളം ഫോണ്ട് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മലയാളം ഫോണ്ടാണ്. അഥവാ മലയാളം ഫോണ്ട് ഇപ്പോൾ എടുത്തിട്ട് കാണുന്നില്ലെങ്കിൽ ഈ MLU ഒന്ന് സെർച്ച് ചെയ്താൽ മതിയേ. ഇത് കുറച്ചും കൂടി ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. സ്മാർട്ട് ക്ലാസ് റൂം, പ്രഗത്ഭരായ അധ്യാപകർ, തീവ്ര പരിശീലന ക്യാമ്പ്, ഉയർന്ന ഗുണനിലവാരം. എത്ര ടൈപ്പ് ചെയ്ത് ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം ഫോണ്ട് എന്നുള്ളതിൽ പോയാൽ ഇവിടെ ഫോണ്ട് മാറ്റിയെടുക്കാം. കണ്ടോ? ഫോണ്ട് മാറ്റുമ്പോൾ ആ ടെക്സ്റ്റ് മാറി. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നേ. ഞാൻ ഇതിൽ പോയിട്ട് ഫോണ്ടിൽ പോയിട്ട് ഫോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ മാറുന്ന കണ്ടില്ലേ? ഓക്കെ. ശേഷം സേവ് ചെയ്യാനായിട്ട് കുറച്ച് വലുതാക്കട്ടെ കേട്ടോ. ഫോണ്ട് സൈസിൽ പോയിട്ട് ഒന്ന് വലുതാക്കിയാൽ മതി. സേവ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാം എക്സ്പോർട്ട് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് ഓപ്ഷനിൽ PNG എന്നുള്ളത് മാറ്റിയിട്ട് JPG എന്നാക്കുക കേട്ടോ. ശേഷം ക്വാളിറ്റി മാക്സിമം കൂട്ടി വെക്കുക. പ്രോ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ശേഷം ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പോസ്റ്റർ നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് അയക്കാം കേട്ടോ.